നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതി തൻ കാരണനേകൻ പരൻ പുരുഷോത്തമൻ ദേവൻ അനന്തനാദിനാഥൻ ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം ജഗദുദ്ഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ വിരിഞ്ച നാരായണ ശിവാത്മകൻ. കുടുംബ ബന്ധങ്ങളിലെ സ്നേഹമാധുര്യം മാത്രമല്ല രാമായണത്തിന്റെ മഹിമ. മറ്റു തരത്തിലുള്ള സ്നേഹബന്ധങ്ങളുടെയും വർണ്ണാഭമായ ചിത്രങ്ങൾ രാമായണത്തിൽ കാണാം. സുഗ്രീവനും രാമനും തമ്മിലുള്ള സൗഹൃദം, വിഭീഷണനോട് രാമൻ ചെയ്യുന്ന സഖ്യം തുടങ്ങിയ ഉദാത്തമായ കൂട്ടുകെട്ടുകൾ ഉദാഹരണം. ദശരഥന്റെ സുഹൃത്തായിരുന്നു ജടായു. സീതയെ രക്ഷിക്കാൻ ജീവൻ കൊടുത്ത ചരിത്രം സൗഹൃദത്തിന് ഇതിഹാസത്തിൽ സ്വർണ്ണലിപികളിൽ രേഖപ്പെടുത്തേണ്ട ഒന്നാണ്. അതേപോലെ നിഷാദനായ ഗുഹനെ മാറോടണയ്ക്കാൻ രാമനെ പ്രേരിപ്പിച്ച സ്നേഹവായ്പം ഓർക്കുക. ശ്രീരാമനും ഹനുമാനുമായുള്ള സ്നേഹത്തെ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയുന്നതല്ല. ഭഗവാനും ഭക്തനും തമ്മിലുള്ള ദിവ്യബന്ധമെന്നോ സ്വാമിയും ഭൃത്യനും തമ്മിലുള്ള അഭേദ്യ ബന്ധമെന്നോ എങ്ങനെ പറഞ്ഞാലാണ് ആ സ്നേഹബന്ധം പൂർണ്ണമാകുന്നത്? സ്വാമിയെ സേവിച്ച് സേവകന് മതിയാകുന്നില്ല. സേവകനോടുള്ള കടപ്പാട് വീട്ടാൻ കഴിയാതെ സ്വാമി കുഴങ്ങുന്നതുമാണ് രാമായണത്തിൽ നമ്മൾ കാണുന്നത്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശിവാനന്ദലഹരി ആലപിക്കുന്നത് കേൾക്കാം. പ്രഭുസ്ത്വം ദീനാനാം ഖലു പരമബന്ധു പശുപതേ പ്രമുഖ്യോഹം തേഷാമപി കിമുത ബന്ധുത്വമനയോഃ ത്വയൈവ ക്ഷന്തവ്യാഃ ശിവമദപരാധാശ്ച സകലാഃ പ്രയത്നാത് കർത്തവ്യം മദവനമിയം ബന്ധുസരണീഃ പ്രഭുസ്ത്വം ദീനാനാം ഖലു പരമബന്ധു പശുപതേ പ്രമുഖ്യോഹം തേഷാമപി കിമുത ബന്ധുത്വമനയോഃ ത്വയൈവ ക്ഷന്തവ്യാഃ ശിവമദപരാധാശ്ച സകലാഃ പ്രയത്നാത് കർത്തവ്യം മദവനമിയം ബന്ധുസരണീഃ. കൃപാസ്വരൂപന്മാർ എത്ര ഹീനരെയും രക്ഷിക്കും. അത് അവരുടെ സ്വഭാവമാണ്. അതാണ് ശ്രീ ശങ്കരാചാര്യർ രചിച്ച ശിവാനന്ദ ലഹരിയിലെ 14-ാം ശ്ലോകത്തിലെ വിവരണം. അല്ലയോ ഭഗവാനെ,
ഞാൻ ഏറ്റവും ദീനനാണ്, നീയാകട്ടെ ദീനരക്ഷകനും. അങ്ങ് എന്നെ രക്ഷിച്ചില്ലെങ്കിൽ ഞാൻ പിന്നെ ആരെ ശരണം പ്രാപിക്കും? ഈ ശ്ലോകമാണ് ഇന്ന് ശങ്കരസ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശങ്കരകൃതികളിൽ ശിവാനന്ദലഹരിയിൽ 13ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അസാരമായ സംസാരത്തിൽ തൻ്റെ ഭജനകളിൽ നിന്നെല്ലാം വിദൂരത്തിൽ ജഡബുദ്ധി കൊണ്ട് അലയുന്നവനായി തീർന്നു ഞാൻ. അങ്ങനെയുള്ള എന്നെ വീണ്ടും വിശേഷിപ്പിക്കുകയാണ് അന്ധം മാം, അന്ധനായ കണ്ണ് കാണാത്ത എന്നെ. ഇവിടെ കണ്ണ് കാണാത്ത എന്ന് പറഞ്ഞാൽ ബാഹ്യമായ കാഴ്ചയില്ലായ്മയല്ല, മറിച്ച് അസാരമായ സംസാരത്തിൽ ഭ്രമിക്കുന്നത് കൊണ്ട്, ജഡബുദ്ധി ആയതുകൊണ്ട് തിരിച്ചറിവില്ലാതായി പോകുന്നു. ബാഹ്യമായ കണ്ണിനെല്ലാം കാഴ്ചയുണ്ട്, പക്ഷേ കണ്ണ് കാണുന്നില്ല, ചെയ്യേണ്ടതറിയില്ല, ചെയ്യരുതാത്തതറിയില്ല. അങ്ങനെ തീർത്തും അന്ധനായി കഴിയുന്ന എന്നെ പരമകൃപയാ, പരമമായ കൃപ കൊണ്ട് പാതുമുചിതം, പാതും രക്ഷിക്കുന്നതിന് അങ്ങേക്ക് ഉചിതമാണ്, അങ്ങ് രക്ഷിക്കണേന്ന് താത്പര്യം. അപ്പോൾ അവിടെ ചോദ്യം വരാം, ഇത്രയ്ക്ക് ജഡബുദ്ധിയായിട്ട് ഈ സംസാരത്തിൽ ഭ്രമിക്കുന്ന നിന്നെ എന്തിനു രക്ഷിക്കണം? അതിന് മറുപടിയാണ് പരമകൃപയാ, പരമകൃപ കൊണ്ട്. കൃപാസ്വരൂപനല്ലേ അങ്ങെന്ന്. കൃപാസ്വരൂപന്മാർ എത്ര ഹീനരെയും രക്ഷിക്കും, അതവരുടെ സ്വഭാവമാണ്. അങ്ങ് പരമകൃപാലുവാണ്, അതുകൊണ്ട് അങ്ങ് രക്ഷിക്കണമേ, പരമകൃപയാൽ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്തുകൊണ്ട് പറയുന്നു? മദന്യഃ കഹ ദീനഃ, എന്നിൽ നിന്ന് ഭിന്നനായ ആരാണ് ഇത്ര ദീനനുള്ളത്? അങ്ങേയറ്റം ദുഃഖിതനാണ് ഞാൻ, എന്നെപ്പോലെ ദുഃഖിതൻ മറ്റാരാണുള്ളത്? മറ്റൊരു ഭാഗത്ത് കൃപണരക്ഷാതി നിപുണഃ ത്വദന്യഃ കഹ, കൃപണന്മാരെ, ദീനന്മാരെ, ദുഃഖിതന്മാരെ രക്ഷിക്കുന്നതിൽ അതിനിപുണനായവൻ നീയല്ലാതെ മറ്റാര്? അപ്പോൾ നിനക്ക് എന്നെപ്പോലെ ദീനൻ മറ്റാരുമില്ല, എനിക്ക് കൃപണരക്ഷാനിപുണൻ നിന്നെപ്പോലെ മറ്റാരുമില്ല. അപ്പം ഞാൻ ഏറ്റവും ദീനനാണ്, നീ ദീനരക്ഷകനാണ്, അതുകൊണ്ട് എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മാത്രമല്ല, നീ എന്നെ രക്ഷിക്കുന്നില്ലെങ്കിൽ ഇനി ഞാൻ മറ്റാരെ ശരണം പ്രാപിക്കും? അതാണ് ചോദിക്കുന്നത്. കോവാമേ ത്രിജഗതി ശരണ്യഃ, ത്രിജഗതി 3 ലോകങ്ങളിലും, മേ എനിക്ക് ശരണ്യഃ കഹ, ശരണ്യൻ ആരാണുള്ളത്? ശരണത്തിനാശ്രയൻ, ശരണം ലഭിക്കുന്നതിന് ആശ്രയഭൂതനായി മറ്റാരുണ്ട് എനിക്ക്? താത്പര്യം ആരും തന്നെ ഇല്ല. അതുകൊണ്ട് എനിക്ക് ശരണം പ്രാപിക്കാൻ മറ്റൊരാളില്ല ഭഗവാനെ. ഇതെല്ലാം മനസ്സിലാക്കി എന്നെ പാതും രക്ഷിക്കുന്നതിന് ഉചിതം തവ, നിനക്ക് ഉചിതമാണ് എന്ന് പറയുക ചെയ്യുന്നത്. തുടർന്ന് വീണ്ടും രക്ഷിക്കാനുള്ള പ്രാർത്ഥനയാണ്. പ്രഭുസ്ത്വം ദീനാനാം പരമബന്ധു പശുപതേ, പ്രമുഖ്യോഹം തേഷാം അപി കിമുത ബന്ധുത്വമനയോഃ, ത്വയൈവ ക്ഷന്തവ്യാ ശിവമബ്ദപരാധാശ്ച സകലാഃ, പ്രയത്നാത് കർത്തവ്യം മദവനമിയം ബന്ധുസരണി. പ്രഭുസ്ത്വം ദീനാനാം പരമബന്ധു പശുപതേ, പ്രമുഖ്യോഹം തേഷാം
अपि किमुत बन्धुत्वमनयोः त्वयैव क्षन्तव्या शिवमतपराधाश्च सकलाः प्रयत्नात् कर्तव्यं मदवनमियं बन्धुसरणि दीनानां प्रभुः त्वं നീ ദീനന്മാരുടെ പ്രഭുവാണ്, രക്ഷകനാണ്. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, പ്രഭുത്വം, നീ പ്രഭുവാണ്, സകല ലോകത്തിനും പ്രഭുവാണ്. പ്രകർഷേണ ഭവിക്കുന്നവനാണ് പ്രഭു, യജമാനൻ, ചക്രവർത്തി, ഈശ്വരൻ. അഥവാ പ്രകൃഷ്ടം ഭാവയതീതി പ്രഭു, പ്രകൃഷ്ടമായതിനെ ശ്രേഷ്ഠമായതിനെ നൽകുന്നവൻ, ഉണ്ടാക്കുന്നവനാരും അവൻ പ്രഭു, ഈശ്വരൻ. നീ പ്രഭുവാണ്, നിഗ്രഹാനുഗ്രഹങ്ങൾക്കെല്ലാം പ്രഭുവാണ്, സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കെല്ലാം പ്രഭുവാണ്. പിന്നെയോ ദീനാനാം പരമബന്ധുഹു, ദീനന്മാരുടെ പരമബന്ധുവാണ്, ദീനന്മാരുടെ ദുഃഖിതന്മാരുടെ പരമബന്ധുവാണ്. എല്ലാ പ്രകാരത്തിൽപ്പെട്ട ദുഃഖം അനുഭവിക്കുന്നവരെയും അനുഗ്രഹിച്ച് അവരെ ദുഃഖമോചനം അവർക്ക് നൽകുന്ന ബന്ധുവാണ് നീ. ഇനി രണ്ടും ചേർത്ത് ദീനാനാം പ്രഭുഹു ത്വം പരമബന്ധുഹു ച ത്വം എന്നും പറയാം. ദീനന്മാരുടെ പ്രഭുവും പരമബന്ധുവും നീയാണ്. ഹേ പശുപതേ, തേഷാം പ്രമുഖ്യോഹം, അവരുടെ കൂട്ടത്തിൽ കേമനാണ് ഞാൻ. പ്രമുഖ്യോഹം, പ്രമുഖ്യൻ, ഏറ്റവും ശ്രേഷ്ഠൻ, ഏറ്റവും കേമൻ, ഏറ്റവും മികച്ചവൻ. തേഷാം, അവരുടെ കൂട്ടത്തിൽ. ആരുടെ കൂട്ടത്തിൽ? ദീനന്മാരുടെ കൂട്ടത്തിൽ. അപ്പം ദീനന്മാരുടെ കൂട്ടത്തിൽ കേമനാണ് ഞാൻ, നീയാകട്ടെ ദീനരക്ഷകനാണ്. കിമുദ ബന്ധുത്വമനയോഹോ, എന്തൊരു ബന്ധുത്വമാണ് നമ്മൾ തമ്മിൽ. കിമുദ, പറയേണ്ടതുണ്ടോ? ഈ രണ്ടു പേരും തമ്മിൽ, ഈ രണ്ടു പേരിൽ തമ്മിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും തമ്മിൽ വലിയ ബന്ധുത്വമാണ്. ഒന്ന്, ഞാൻ ദീനനാണ്, നീ ദീനബന്ധുവാണ്. ഞാൻ ദീനനാണ്, നീ ദീനരക്ഷകനാണ്. ഞാൻ ദീനന്മാരിൽ അദ്വിതീയനാണ്, നീ ദീനരക്ഷകരിൽ അദ്വിതീയനാണ്. അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള ബന്ധുത്വം വളരെ വലുതാണ് എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷയ്ക്ക് പ്രാർത്ഥിക്കുകയാണ്. ആ ഭാഗം നമുക്കൊന്നുകൂടി ചിന്തിക്കാം. അടുത്തതായി സനാതനധർമ്മം. ശാസ്ത്രത്തിൽ 14 ലോകങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഭൂലോകത്തിരുന്നു കൊണ്ട് മറ്റ് ലോകത്തെ വിലയിരുത്തരുത്. ഇത് ഭൗതിക ലോകമാണ്, ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കുന്ന ലോകം. മറ്റ് ലോകങ്ങളെ ഇന്ദ്രിയാനുഭവം കൊണ്ട് അറിയാൻ സാധിക്കുകയില്ല. വിവിധ അനുഭവ തലങ്ങളായ ആ ലോകത്തെക്കുറിച്ച് വിവരിക്കുകയാണ് സനാതനധർമ്മത്തിൽ സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി. ഓം അമൃതേശ്വരിയെ നമഃ. ഇന്ന് നമുക്ക് വിവിധ ലോകങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നായിരുന്നു ഋഷിമാരുടെ പ്രാർത്ഥന. സമസ്ത ലോകങ്ങളിലെയും സകല ജീവരാശികൾക്കും സമ്പൂർണമായ നന്മയുണ്ടാകണം എന്നാണ് അവർ ആഗ്രഹിച്ചത്. 14 ലോകങ്ങളെക്കുറിച്ച് ഭാഗവത പുരാണം പറയുന്നു. മറ്റു ലോകങ്ങളിൽ എത്താനായി ആഭിചാരക്രിയകൾ ചെയ്ത് മരിക്കാൻ തയ്യാറായ ചിലരുടെ കഥകൾ നാം അടുത്ത കാലത്ത് കേൾക്കുകയുണ്ടായി. നമ്മുടെ വിശ്വാസങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്നു. അന്ധമായി ആരെയും വിശ്വസിച്ച് വിലപ്പെട്ട മനുഷ്യജന്മം നഷ്ടമാക്കരുത് എന്ന് അമ്മ ഓർമ്മിപ്പിക്കാറുണ്ട്. ശാസ്ത്രങ്ങളിൽ 14 ലോകങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ലോകത്തെ അനുഭവം വെച്ച് മറ്റു ലോകങ്ങളെ വിലയിരുത്തരുത്. ഇത് ഭൗതിക ലോകമാണ്, ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കുന്ന ലോകം. മറ്റു ലോകങ്ങളെ ഇന്ദ്രിയാനുഭവം കൊണ്ട് അറിയാൻ സാധിക്കില്ല. പിന്നെ എങ്ങനെയാണ് അറിയാൻ സാധിക്കുക? വിവിധ അനുഭവ തലങ്ങളാണ് ഈ ലോകങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അവയ്ക്ക് ഓരോന്നിനും
വ്യത്യസ്തമായ ഘടനകളും രൂപകൽപ്പനകളുമാണ് ഉള്ളത്. സാധാരണ മനുഷ്യരുടെ അനുഭവ രീതികൾ ഭൂമിയുടെ തലത്തിൽ മാത്രം ട്യൂൺ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഭൂമിയെ ഇതുപോലെ കണ്ടനുഭവിക്കുന്നു. അത് സാധാരണ അനുഭവമാണ്. സാധാരണ മനുഷ്യൻ്റെ സാധാരണ അനുഭവം, മനുഷ്യവർഗത്തിൻ്റെ സാമാന്യ അനുഭവം. നമ്മുടെ ഈ അനുഭവ സംവിധാനം കൊണ്ട് മറ്റു ലോകങ്ങളെ അറിയാൻ കഴിയില്ല. എന്നാൽ തപസ്വിക്ക് ഇവിടെ ഇരുന്ന് സകല ലോകങ്ങളെയും അനുഭവിക്കാം. നമ്മുടെ ശരീര മനോബുദ്ധികളാകുന്ന സജ്ജീകരണത്തെ ഒരു ടി വിയോട് ഉപമിക്കാം. അതിൽ 100 കണക്കിന് ചാനലുകൾ ദൃശ്യമാകുന്നു. ടി വി അതുതന്നെ, സ്ക്രീനും അതുതന്നെയാണ്. രണ്ടിനും മാറ്റമില്ല. പക്ഷേ വ്യത്യസ്തമായ ട്യൂണിങ്ങിൽ വ്യത്യസ്തങ്ങളായ ചാനലുകൾ കാണിച്ചു തരുന്നു. ഒരിടത്തിരുന്ന് സകല ടി വി ചാനലുകളുടെയും പ്രോഗ്രാം കാണാൻ സാധിക്കുന്നത് പോലെ നേരിട്ട് പോകാതെ മറ്റു ലോകങ്ങളിലെ അനുഭവങ്ങളും ഇവിടെ ഇരുന്ന് കൈവരും. അതുപോലെ പല ലോകങ്ങളുണ്ട്. ഭൂലോകം മുതൽ 7 ഊർധ്വലോകങ്ങളും ഭൂലോകത്തിനു താഴെ ഏറെ അധോലോകങ്ങളും. അധോലോകങ്ങൾ അസ്തിത്വത്തിൻ്റെ താഴ്ന്ന തലങ്ങളാണ്. സ്ഥൂല ലോകങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഒരു കാര്യം ബോധ്യമാകും. ലോകങ്ങളുടെ സ്ഥിതി താഴും തോറും അവ കൂടുതൽ കൂടുതൽ സ്ഥൂലമാകുന്നു. ഊർധ്വലോകങ്ങൾ ഉയർന്ന ലോകങ്ങളാണ്. ലോകങ്ങൾ ഉയർന്നതാകും തോറും അവ കൂടുതൽ കൂടുതൽ സൂക്ഷ്മമാകുന്നു. അങ്ങനെയാണ് 14 ലോകങ്ങളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. സ്ഥലവും കാലവും ഭൗമമായ പ്രതിഭാസങ്ങളാണ്. ഓരോരോ ഊർധ്വലോകങ്ങളിൽ പടിപടിയായി അനുഭവങ്ങളുടെ സ്ഥൂലത കുറയുന്നു. അതിനനുസരിച്ച് ജീവിതം ആയാസരഹിതമായിക്കൊണ്ടിരിക്കും. മാത്രവുമല്ല, ദിവ്യത്വം കൂടുതലായി പ്രകടമാവുകയും ചെയ്യും. ഉദാഹരണത്തിന്, അസംസ്കൃത എണ്ണ ശുദ്ധീകരിച്ചാൽ പെട്രോൾ ആകുന്നു, പിന്നെ ഗ്യാസ് ആകുന്നു, വിമാനയാത്രയ്ക്കുള്ള ഇന്ധനമായി മാറുന്നു. അതേപോലെ ഈ ജീവിതയാത്ര ആയാസരഹിതമാക്കാൻ സാധിക്കും. മനുഷ്യൻ്റെ തലമാണ് ഭൂലോകം. ഊർധ്വലോകങ്ങളിൽ ഏറ്റവും താഴെയാണത്. അതായത് ഭൂമിയുടെ തലം എന്നർത്ഥം, ഭൂതലം. ഊർധ്വലോകങ്ങളിൽ ഏറ്റവും സ്ഥൂലമാണ് ഭൂലോകം. മറ്റ് 6 തലങ്ങളും കൂടുതൽ സൂക്ഷ്മവും ദിവ്യവുമാണ്. സ്വർഗലോകങ്ങളിൽ ക്രമമുക്തിയാണുള്ളത്. പടിപടിയായി ഓരോരോ ലോകങ്ങൾ കടന്നു പോകണം. ഏറെക്കാലം കാത്തിരിക്കണം സത്യലോകത്തെത്താൻ. എന്നാൽ ഭൂലോകത്തിൽ നിന്ന് നേരിട്ട് സത്യലോകത്തേക്ക് പ്രമോഷൻ ലഭിക്കാം. ഉയർന്ന ക്ലാസ്സുകളിലേക്ക് ഡബിൾ പ്രമോഷൻ കിട്ടുന്നത് പോലെ സ്ഥാനക്കയറ്റം മാത്രമല്ല, ഇറക്കവും സാധ്യമാണ്, ഡീപ്രമോഷൻ. സ്വർഗത്തിൽ പുണ്യം തീർന്നു പോകുന്നു, നരകത്തിൽ പാപങ്ങൾ തീരുന്നു. സൽക്കർമ്മങ്ങളിലൂടെ പുണ്യമാർജിച്ച് വേഗത്തിൽ പരമപദം പ്രാപിക്കാൻ ഭൂമിയിൽ അവസരങ്ങൾ അനവധിയുണ്ട്. ഇവിടെ നിന്നും ഏത് ഊർധ്വലോകങ്ങളിലേക്കും നേരിട്ടുയരാം. ഡയറക്റ്റ് ഫ്ലൈറ്റ് കിട്ടും. വെള്ളം ചൂടാക്കിയാൽ നീരാവിയാകുന്നു. നീരാവിയെ തണുപ്പിച്ചാലോ ഐസാകും, മഞ്ഞുകട്ടിയാകും, ഖരാവസ്ഥയിലായി. 3 അവസ്ഥകൾ എത്ര വ്യത്യസ്തങ്ങളാണ്. നീരാവിയും ജലവും മഞ്ഞുകട്ടയും ഒരേ വസ്തുവാണെന്ന് നമുക്ക് ഭാവന ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഇതുപോലെ തന്നെയാണ് 14 ലോകങ്ങളും. അനുഭവിക്കുമ്പോൾ ഒന്ന് തന്നെ, തലം മാത്രം മാറുന്നു, അവസ്ഥ മാത്രം മാറുന്നു. ശരീരങ്ങൾ മാറ്റിക്കൊണ്ട് ഈ ലോകങ്ങളിൽ പ്രവേശിക്കാം. അതിലൊട്ടും യുക്തിരാഹിത്യമില്ല. ഇൻ്റർനെറ്റ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഈ 14 ലോകങ്ങൾ വിവിധ തരംഗദൈർഘ്യമുള്ള വിവിധ തലങ്ങൾ മാത്രമാണ്. യാഥാർത്ഥ്യത്തിൻ്റെ ആപേക്ഷിക അനുഭവങ്ങൾ. ഈ ആപേക്ഷിക തലത്തിനും അപ്പുറത്തേക്ക് ഉയരുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. 14 ലോകങ്ങളും കടന്ന് അനന്തതയെ പുൽകുക. അതുകൊണ്ട് യോഗികൾ സ്വർഗലോകങ്ങളിൽ ഭ്രമിക്കാറില്ല. ഭോഗഭൂമിയാണത്. പുണ്യസഞ്ചയം തീർന്നാൽ
അവിടുന്ന് ഇറങ്ങിക്കൊടുക്കേണ്ടി വരും. ക്ഷീണേ പുണ്യമർത്യ ലോകം വിശന്തി എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നു. ഗുരുവിന് നമ്മെ പരമപദത്തിലെത്തിക്കാൻ സാധിക്കും. പരമസത്യത്തിൻ്റെ ഉച്ചകോടിയിൽ ഗുരു നമ്മിൽ പ്രവർത്തിച്ച് നമ്മെ എത്തിക്കും. ഈ 14 ലോകങ്ങളും ഓരോരോ രംഗങ്ങൾ പോലെ കടന്നു പോകും. മറ്റു ലോകങ്ങളിൽ എത്താനായി ആഭിചാരക്രിയകൾ ചെയ്ത് മരിക്കാൻ തയ്യാറായവരുടെ കഥ കേട്ട് അനുകരിക്കാൻ ശ്രമിക്കരുത്. നമ്മുടെ വിശ്വാസങ്ങൾ ചൂഷണം ചെയ്യാൻ ആരെയും അനുവദിക്കരുത്. അന്ധമായി ആരെയും വിശ്വസിക്കരുത്. വിലപ്പെട്ട മനുഷ്യജന്മം നഷ്ടമാക്കരുത്. എല്ലാ അനുഭവങ്ങളും അസത്യം. അനുഭവിക്കുന്ന ആൾ മാത്രം സത്യം. അതാണ് പരമമായ സത്യം. ആ ദിവ്യാനുഭവം നേടാനാണ് ജീവിതം. സകല അനുഭവ തലങ്ങളെയും മറികടന്ന് പരമസത്യത്തെ പ്രാപിക്കാൻ ജഗദീശ്വരിയായ അമ്മ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഓം നമഃ ശിവായ. തുടർന്ന് ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. मन्दारगन्धसंयुक्तं चारुहासं चतुर्भुजं मन्दारगन्धसंयुक्तं चारुहासं चतुर्भुजं बहिर्पिञ्जावचूडाङ्गं कृष्णं वन्दे जगद्गुरुं कृष्णं वन्दे जगद्गुरुं कृष्णं वन्दे जगद्गुरुम् पद्मपत्राक्षं नीलजीमोदसन्निभं यादवनां शिरोरत्नं कृष्णं वन्दे जगद्गुरुं कृष्णं वन्दे जगद्गुरुम् ഗുരുവായൂർ വാഴുന്നു അപ്പനായി കണ്ണൻ, നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണനായും ആറന്മുള പാർത്ഥസാരഥിയായി ഭവാൻ അനന്തപുരിയിൽ സാക്ഷാൽ പത്മനാഭനായും